സോ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ റൂമും കാര്യങ്ങളും കളിക്കായിരുന്നു. സോ ആ ഒരു ടീമിൽ എന്തൊക്കെ സംഭവിച്ചെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. സോ എനിമി ആൻഡ് ഒരു ഹെഡ്ഷോട്ടുള്ളി റൂം മാച്ച് തന്നെ DS മലയാളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ DS മലയാളി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോയി വിളിച്ചല്ലേ ഗീസ്. ഞാൻ റൂമിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ റൂമൊക്കെ കളിച്ചിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ ഹെഡ് ഷോട്ടൊന്നും കയറില്ല ഗീസ്. ഒക്കെ ഞാൻ കുറേ നാളായി കളിച്ചിട്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് ഹെഡ് ഷോട്ട് അങ്ങനെ അടിക്കാനൊന്നും ഞാൻ മൊത്തത്തിൽ ഞാൻ മറന്നു ഗീസ്. അങ്ങനെ ഫസ്റ്റ് കളി അവരെടുത്തിട്ടോ. ഓക്കെ, ഞാൻ ഇത് ഓൾറെഡി റെക്കോർഡ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ എടുക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ റെക്കോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് ഒരു 1 ടാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഓക്കെ, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ് ഷൂട്ടും കാര്യങ്ങളിപ്പോൾ ഹെഡ് ഷൂട്ടിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലസ് എനിക്ക് നല്ല രീതിയിൽ ലാഗും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് അങ്ങനെ ഗെയിമിൻ്റെ പാതി എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്നെ അലോക്ക് വന്നിട്ട് കൊന്നു എനിമി. അന്നപ്പോഴേക്കും നമ്മുടെ DS മലയാളിനെയും കാര്യങ്ങളും വേറെ ആരും അടിച്ചിട്ടു. ദെൻ നമ്മുടെ MX ബൈ ഉണ്ടായിരുന്നു. ഡെസേർട്ടും കൊണ്ട് മിഡ് റേഞ്ച് ആണോ ലോങ് ആണോ എൻ്റെ കണ്ണടിച്ച് വേണമെന്ന് തോന്നുന്നു. എനിവേസ് അലോക്കിനെ അടിച്ചിടാൻ നോക്കിയായിരുന്നു, പക്ഷെ പറ്റിയില്ല. ദെൻ പുറകിലേക്ക് പോയപ്പോഴാണ് അവിടെ നിന്ന് 2 പേരും കൊണ്ട് ഒരുമിച്ച് റഷ് ചെയ്യണേ. എന്നപ്പോഴേക്കും അവിടെയും വന്നു ലാഗിങ്, പുള്ളിക്കാരന് ലാഗിങ് വന്നു. എന്നപ്പോഴേക്കും അലോക്കിനെ കുറിച്ച് ഡാം കൊടുത്തപ്പോഴേക്കും മറ്റേ വന്ന് കൊന്നു കേസൊക്കെ. പക്ഷെ ഞാൻ ലൈക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേസൊക്കെ. പിന്നെ അവന്മാർ നല്ല രീതിയിലുള്ളവന്മാരായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഞാൻ നേരെ ഈ ഗണ്ണെടുത്തു, എന്നിട്ട് അത് മാറ്റി വേറെ ഗണ്ണെടുത്തു. അങ്ങനെ വുഡ് പെക്കർ എടുത്തു. അങ്ങനെ ഇത് കുറച്ച് ഞാൻ അധികം എടുത്തു. പിന്നെ അങ്ങനെ കുറേ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു ഗീസ്. ഓക്കെ ഗീസ്, അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ മേടിച്ചു കടയിപ്പിച്ചു. അങ്ങനെ വുഡ് പെക്കർ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഞാൻ അവിടെ ചത്തു. വുഡ് പെക്കർ കൊണ്ട് നിന്നപ്പോഴാണ് ഇത് ഇവിടെ ഒരുത്തൻ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോയി. MX ബൈ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ പതുക്കെ വന്നിട്ട് കളിക്കാം. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു അത് ചക്കി കയറിയതാണോ, ഇനി അടിച്ചാൽ കിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഞാൻ ഒന്ന് ഡ്രാഗ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. അവൻ പുറത്ത് വരുമ്പോഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ ടീംമേറ്റിൻ്റെ അടുത്തേക്ക് അവന്മാർ ചെന്നിട്ടുണ്ടായിരുന്നു ഗീസൊക്കെ. അന്നപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് റഷ് ചെയ്തായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മണ്ട. ഓക്കെ, അന്നപ്പോഴേക്കും ഞാൻ വുഡ് പെക്കർ വെച്ചിട്ട് എൻ്റെ എനിമീനെ വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട് ഗീസൊക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ എനിമീനെ എന്നെ കിടന്ന് കാണിക്കണം നോക്കിയാൽ ബോഡി ഷോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ദെൻ അങ്ങനെ അവനെയും ഞാൻ വൺ ടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അലോക്ക് ബൈ പൈസ തീർത്തു. അങ്ങനെ എനിക്കൊരു 1v1 സിറ്റുവേഷനാണ് ഗീസ്. ഞാൻ ഗ്ലൂ ഒക്കെ ഇട്ട് പതുക്കം കളിക്കുവാണ് ഗീസ്. എന്തായാലും തോക്കുമെന്ന് എനിക്കറിയാം ആയിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോകാൻ നിന്നപ്പോൾ എനിക്കിവിടെ സ്ഥലമല്ല. പക്ഷെ അവനാണെങ്കിൽ റഷ് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ അവൻ്റെ ഹെഡ് നിന്ന് അടിക്കാൻ നോക്കി, പക്ഷേ ഡ്രാഗൊന്നും കയറുന്നില്ല ഗീസ്. അവൻ്റെ കഴുത്തിൻ്റെയൊക്കെയാണ് കയറുന്നത്. അപ്പോഴേക്കും ഞാനാണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് റിപ്പയർ ചെയ്യാനുള്ള ഗണ്ണും കാര്യങ്ങളും റിപ്പയർ ചെയ്തു. ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുന്ന് കവർ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ അന്നപ്പോഴേക്കും അവൻ വേറെ അടുത്തുനിന്ന് കവർ എടുത്തു. എന്നാൽ പിന്നെ ഇവിടുന്ന് കവർ എടുക്കാണ്ട് ഇവൻ ഓപ്പണിൽ നിന്ന് അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അവന് നേരെ അവൻ്റെ തലക്കിട്ട് ഞാൻ കൊടുത്തു കേസൊക്കെ. അങ്ങനെ അവൻ ഡൗൺ ആയി. പക്ഷെ ഞാനാണെങ്കിൽ ഇരുന്ന് കാണിച്ചു ഗീസ്. നന്മയുള്ള ലോകമാണ് ഗീസ്, നന്മയുള്ള ലോകം. ഏതോ ഒരുത്തനെ കൂടെ കൊന്നായിരുന്നെങ്കിൽ എനിക്ക് ഇതായിരുന്നു, മറ്റേ എയ്സായിരുന്നു ഗീസ്. എൻ്റെ എയ്സ് പോയി. ഇനി ഇവന്മാർക്ക് മൊത്തം ഞാനടക്കം ഇവന്മാർക്കും ഈ ചേട്ടന്മാർക്കും എനിക്കും ലാഗും അതും ഇതുമൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് MX ബൈ തിരിച്ചു വന്നു. അത് ഞാൻ എപ്പോഴാണ് വന്നതെന്നറിയില്ല, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ MX ബൈ തിരിച്ചു വന്നു. ബായ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. MX ബൈ തിരിച്ചു വന്നു. അന്നപ്പോഴേക്കും ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് മാസടാ ഇതൊക്കെ ഇങ്ങനെ മാസമായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. പക്ഷേ മാസം അധികം നേരത്തേക്ക് നിന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കും കാരണം, അതായത് ഞാൻ ഒരൊറ്റ ഒരുത്തനായിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അല്ലായിരുന്നു. വന്നപ്പോഴേക്കും എൻ്റെ സൈഡിൽ നിന്ന് എനിമി അടിച്ചിടും. പക്ഷേ എൻ്റെ ഡ്രാഗും കാര്യങ്ങളും അവൻ്റെ തലക്കിട്ട് കൊള്ളാനുള്ള എന്നാണെന്നറിയില്ല, അവൻ്റെ തലക്കിട്ട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കണക്റ്റ് ആവുന്നുണ്ട്. ആൻഡ് എന്നെ അവൻ വൺ ടാപ്പ് അടിച്ചിട്ടു. പിന്നെ റൂമായതുകൊണ്ട് എനിക്കവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോയി ചത്തു. അല്ലാണ്ട് അവൻ എന്നെ കൊന്നല്ലേ ഗൈസ്. എന്നപ്പോഴേക്കും ഇവനാണെങ്കിൽ മുടിഞ്ഞ ലാഗ് ഫസ്റ്റുള്ള ചേട്ടനാണെങ്കിൽ. അന്നപ്പോഴേക്കും നോക്കി അങ്ങനെ മാക്സിമം കളിക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ അവിടെ വേറൊരു സംഭവം കണ്ടു. എടാ നോക്ക് ഗൈസ്,
അവൻ്റെ ഗ്ലൂവിൻ്റെ അകത്ത് കയറി അവനെ കവറിൽ നിന്ന് അടിച്ചു. അപ്പം ഞാനാണെങ്കിൽ എന്താ ചെയ്തു കണ്ടോ ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ അവനെ നേരെ ചെന്ന് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ആ സംഭവം എവിടെയാണെന്ന് ഞാൻ അരമണിക്കൂർ വേണം ഞാൻ നോക്കെടുത്തു. എന്നിട്ടാണ് അബ്നോർമൽ മൂവ്മെൻറ്റ് കൊടുത്തു. പിന്നെ നെറ്റിൻ്റെ ആയിരിക്കും ഗൈസ്. പക്ഷെ അവനെ എന്തായാലും ഹെഡ്ഷോട്ട് അടിച്ചിട്ടു. എനിവേസ് നെറ്റിൻ്റെ ആണെന്നാണ് എനിക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. പിന്നെ ഇവിടെ ഒരു എന്താ ഇവിടെ ഒരു അടിപൊളി സംഭവം ഗൈസ്. ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് അടിപൊളിയായിട്ട് തോക്കുന്നതെന്ന് കാണിച്ചു തരാം, എൻ്റെ മണ്ടത്തരങ്ങൾ കാരണം. സോ അങ്ങനെ ഞാൻ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇതും തോന്നുന്നത് മൊത്തം മേടിച്ചു വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ റിപ്പയർ കിറ്റ് 6 എനിക്ക് അത് മതി എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ നേരെ ആണെങ്കിൽ കളിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഞാൻ വുഡ് പെക്കർ എടുത്തു വന്നിട്ട് നേരെ ചാടി ഒരെണ്ണം കൊടുത്തു. അവൻ ചത്തു. രോമാഞ്ചമായിരുന്നു ഗൈസ്, രോമാഞ്ചം. അന്നപ്പോഴേക്കും ഞങ്ങൾ മൊത്തം കൂടെ റഷ് ചെയ്തൊക്കെ ചെന്നു. പിന്നെ അലോക്കാണെങ്കിൽ കണ്ടം വഴി ഓടി, വേറൊരുത്ത എൻ്റെ ഇടയിൽ ഓടി. ഞാൻ 2 HP ഞാനവിടെ ചാവാതിരുന്നു. അന്നപ്പോഴേക്കും ഞാൻ അവിടെ എവിടെയും ഗ്ലൂ വാൾ കിട്ടി. ഞാൻ പതുക്കെ കവർ എടുത്തിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് MX ബൈനെ അടിച്ചിട്ടൊരുത്തൻ. പിന്നെ ഞാനാണെങ്കിൽ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മണ്ടത്തരങ്ങളാണ് എന്നെ ഓരോന്നും ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അവിടേക്ക് പോകുന്ന ഒരുത്തനെ ഞാൻ കണ്ടു. എന്നപ്പോഴേക്കും അവൻ MX ബൈനെ അടിച്ചിട്ടു. MX അത് മതി. MXനെ അടിച്ചിട്ടു. ഞാനാണെങ്കിൽ അവനെ നേരെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവൻ്റെ തലക്കിട്ടത് കയറുന്നതിന് മില്ലി സെക്കൻഡ് മുമ്പ് അവൻ്റെ റിഫ്ലക്സ്, പൂച്ചേനേക്കാളും വലിയ റിഫ്ലക്സ് വെച്ച് അവൻ ഒറിയോൺ ഇട്ടു. ഇത് ഡെലൂലു അല്ലേ, ഡെലൂലു. അങ്ങനെ ഇവിടെ DS മലയാളിയും ഡെലൂലുവും തമ്മിലുള്ള അടിയായിരുന്നു ഗൈസ്. എടാ എൻ്റെ ബണ്ടിൽ അവൻ നെരോയ്ക്ക് ഇട്ടതല്ലേ, അല്ല പാൻറ് എൻ്റേതല്ല, ഷർട്ട് താടാ എൻ്റെ ഷർട്ടിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അങ്ങനെ പിന്നെ ഈ ഫസ്റ്റുള്ളവൻ്റെ പേര് എനിക്ക് വായിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ബംഗാളിയാണെന്ന് തോന്നുന്നു. അവനുണ്ടല്ലോ അവൻ്റെ തലയിൽ വന്നിട്ട് അവൻ അടിച്ചിട്ടു. ഈ ഡെലൂലു ആണെങ്കിൽ ഫുള്ളും കുത്തിപ്പിടി അടിച്ചിട്ടാണ് അവൻ ഒരുമാതിരി ഇങ്ങോട്ടൊക്കെ ഇടുന്നത്. കുത്തിപ്പിടിക്കാൻ നമുക്കും അറിയാം, നമ്മൾ കുത്തിപ്പിടിയൊന്നും ഇവനെ അറിയില്ല ഗസ്ക്ക്. ഞാൻ കുത്തിപ്പിടിച്ച് നിങ്ങൾക്ക് അറിയുന്നറിയില്ല, VIP എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തു എൻ്റെ കുത്തിപ്പിടിയും ഒരു ഏസും. ഞാൻ നേരെ കുത്തിപ്പിടിച്ച് ഈശൊക്കെ വാരി കൂട്ടും കുത്തിപ്പിടിച്ചാൽ. ഓക്കെ, അതേൻ പിന്നെ പ്രത്യേകിച്ച് പണിയില്ലാണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നു. വുഡ് പെക്കർ വെച്ചിട്ട് ഈ കളി എടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാനാ എടുത്ത കളി അല്ലാണ്ട് വേറൊരു കളി ഇവന്മാരെടുത്തിട്ടില്ല. ഞാനെങ്ങനെ AFK ആണെങ്കിൽ ഇവന്മാരെപ്പം തന്നെ തോറ്റാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ അവന്മാർ ഗ്ലൂ ആൾട്ടോ ഉണ്ട്. ഫസ്റ്റ് ഉള്ളവനെ ഞാനിങ്ങോട്ട് റഷ് ചെയ്തു. ഞാനവനെ ഫുൾ ഡാം ഇട്ട് കൊടുത്തിട്ടും അവൻ ചത്തില്ല. പക്ഷെ അവന് വേറെ ഏത് ഒരുത്തം നിന്നു ഞാൻ വന്നപ്പോൾ. എന്നിട്ട് പിന്നെ ആ സമയത്താണ് DS മലയാളീനെ ആരോ അടിച്ചിട്ടത്. അന്നപ്പോഴേക്കും എനിക്ക് ഇവിടെ ഉടുക്കത്തെ പിങ്ങാണ് കേസ്. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഈ സംഭവം നോക്കിയെന്നോ, എൻ്റെ പിങ്ങിൻ്റെ സംഭവം നോക്കിയെന്നോ, എൻ്റെ FPS കാണിക്കണേ. ഞാൻ എന്നപ്പോൾ ഇപ്പം ഞാൻ ഗ്രാഫിക്സും കാര്യങ്ങളും കുറച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ കണ്ടോ എനിക്ക് 320 സംതിങ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നോർമലാവും, പിന്നെ ഒറ്റ ഹൈ അങ്ങ് പോവും, പിന്നെ നോർമലാവും, പിന്നെ ഹൈ ആവും, പിന്നെ നോർമലാവും, ഹൈ ആവും. അതുപോലെയായിരുന്നു കേസ് എനിക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ അവിടെ ഒരു പോരാട്ടമാണ് കേസ്, പോരാട്ടം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിവിടെ FPS കാണിക്കുന്ന നേരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവൻ എന്തായാലും ചാവുമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വയറ് കാണിച്ചുകൊണ്ടിരിക്കാൻ. എന്നിട്ട് പിന്നെ ഗിസ്, അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എനിവേസ് വീഡിയോ ഫസ്റ്റ് പറയേണ്ടതായിരുന്നു, ഞാൻ ലാസ്റ്റ് പറയാം. അവൻ്റെ ലാഗും എൻ്റെ ലാഗും കാരണം ഖത്തം ഹോ ഗയി ഗൈസ്. അങ്ങനെ എന്നിട്ട് പിന്നെയും കുത്തിപ്പിടിച്ചിട്ട് അവൻ്റെ പറയാനുള്ള ഗൈസ് ഫുള്ള് കുത്തിപ്പിടിയാണ്. പക്ഷെ നമ്മൾ ലോയലാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ലോയലായതുകൊണ്ടാണ് നമ്മൾ കുത്തിപ്പിടിക്കാത്തത്. എൻ്റെ നല്ല ഗണ്ണില്ലല്ലേ, നീ ഒന്ന് MB5ഉം MB40 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് നോക്കാവുന്ന ഗൈ. എന്നിട്ട് പിന്നെ ഇവിടെ ഒരു ഹാക്കർ ഫീൽ മൂവ്മെൻറ്റ് അതായിരുന്നു. പിന്നെ ഞാനങ്ങനെ നേരെ കയറി ചെന്നു അടിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഗെയിം പിടിച്ചിട്ട് 4-5 ദിവസമായി. എന്നിട്ട് അന്നപ്പോഴേക്കും എൻ്റെ കളി നേരെ വന്നു, ശരിയായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇവനെ ആ ഹൈറ്റ് അഡ്വാൻറ്റേജ് വെച്ച് അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ
ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് അവനെ ഞാൻ ഡ്രാഗ് ചെയ്യുവാ ഞാൻ. എന്നിട്ട് ഞാൻ ഡ്രാഗ് ചെയ്യേണ്ട അടുത്ത് ഡ്രാഗും ചെയ്യണല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ അവനെ ഡ്രാഗ് ചെയ്തപ്പോഴേക്കും അവൻ ഏതോ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അവിടെയായിരുന്നു ഞാൻ ചെയ്ത മിസ്റ്റേക്ക്. ഞാൻ അവിടെ ചെന്ന് അടിച്ചിട്ടിട്ട് ഞാൻ അവിടെ ഗ്ലൂ ആയിട്ട് ഞാൻ അവിടെ റിപ്പയർ കിറ്റ് വെച്ച് റിപ്പയർ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേവൻ സൈഡിൽ വന്നത്. പക്ഷെ അവൻ്റെ റിഫ്ലക്സ് പറഞ്ഞാൽ എന്നെ ഞാൻ അടിച്ചിട്ടെന്ന് വിചാരിച്ചപ്പോഴാണ് എന്നെ പുറയിന്ന് കട്ടപ്പിടിച്ച് കൊണ്ടു. കട്ടപ്പ ദുഷ്ടന്മാരാണ് ഇവർ. അവിടെ ഇത് എത്ര മിനിറ്റിൻ്റെ വീഡിയോ ആണോ തീർന്നാൽ മതി. എന്നപ്പോഴേക്ക് നമ്മുടെ DS മലയാളി ലോയൽസ് മൊത്തം കളഞ്ഞ് കൂത്തിപ്പിടി വീരനായി. എന്നപ്പോഴേക്കും DS മലയാളിക്ക് ലാഗ് വന്നു. ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനൊക്കെ ചെരിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൻ ഈസ് എടുത്തു. ഡെലൂലു ഈസ് എടുത്ത് പട്ടിഷോ ഇറക്കുന്നുണ്ട്. പട്ടിഷോ അല്ല ഗീസ്, അവനത് കാണിക്കാം. അവനതിൻ്റെ ഇതുണ്ട്. കാരണം അവൻ്റെ ഇങ്ങോട്ട് ഞങ്ങൾ അടിച്ചിട്ടു. എന്നിട്ടും ആ പൊട്ടനായ എനിക്ക് തോന്നിയില്ല ആ വുഡ് പെക്കറൊന്ന് എൻജാൻഡ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഗീസ്. എനിക്ക് പിന്നെയും നല്ല പിങ്ങുണ്ട്. ഇപ്പോൾ ഞാനത് പറയണമെന്ന് വിചാരിച്ചു, പറഞ്ഞില്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് എനിക്ക് നല്ല പിങ്ങുണ്ട്, എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. 999+ ഒക്കെയാണ് ഇടയ്ക്ക് പോയത്. ഞാൻ ഹോട്ട്സ്പോട്ടൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പം നെറ്റൊക്കെ റീചാർജ് ചെയ്തു. പക്ഷേ നെറ്റ് റീചാർജ് ചെയ്യുന്ന പിറ്റേ ദിവസമാണ് ഇമ്മാതിരി ലാഗ്. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഗീസ്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് ഞാൻ പറയാൻ മറന്നു ഗീസ്. എനിവേസ് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്, ബൈ ദ ബൈ ഇവൻ എങ്ങനെയാണ് അടിച്ചിട്ടേ. എനിവേസ് ബൈ ദ ബൈ എൻ്റെ 50 സബ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് റിവീലുണ്ട്. അപ്പം 50 സബിൽ ഫേസ് റിവീലുണ്ട്. എല്ലാവരും സബ് അടിക്കുക. വേണമെങ്കിൽ പാനിക്കിൻ്റെ ഫേസ് റിവീൽ നമുക്ക് ചെയ്യാം, പാനിക്ക് അറിയാണ്ടൊക്കെ. എനിവേസ് ഇപ്പം നമ്മൾ ഫുഡ് ബക്കറും ഡെസേർട്ടും ഹെൽമെറ്റും എനിക്ക് ഉറക്കം തന്നെയാണ്. പാതിരാത്രിക്കാണ് റെക്കോർഡ് എടുക്കുന്നത്. പാതിരാത്രി ഇല്ല. എന്നിട്ട് പിന്നെ എനിക്ക് നല്ല രീതിയിൽ പിങ്ങുള്ളതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. എനിക്ക് പിങ്ങുണ്ട് കേട്ടോ. ഞാൻ മൈക്ക് ഓണാക്കി ഇട്ട് എനിക്ക് പിങ്ങുണ്ട് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഗ്ലൂ ഒക്കെ ഇട്ട് നോക്കി. പക്ഷെ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ 1v1 സിറ്റുവേഷൻ വന്നപ്പോഴാണ് എൻ്റെ പൊട്ട ലാഗ്. ഞാൻ 13+ കൊടുത്ത് ഗ്ലൂ ഇട്ടപ്പോൾ ആളേക്കും അവൻ എന്നെ അടിച്ച് കൊന്നിരുന്നു ഗീസ്. ഇതുപോലത്തെ പ്രോ പ്ലേയേഴ്സിനോട് കളിക്കാൻ നമ്മളൊന്നും ആളല്ലേ. അന്നപ്പോഴേക്കും എന്നെ അടിച്ചിട്ടപ്പോഴാണ് DS മലയാളി AFK ആണ്. മലയാളി അതേ DS മലയാളിയാണ് ഒരു സോണിൻ്റെ അടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അലോക്ക് വന്നിട്ട് ഹെഡ് ഷോട്ട് അടിച്ചിട്ടു. എനിവേസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ മസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതിൻ്റെ ഹെഡ് ഷോട്ടും അത്രയുള്ളൊരു വീഡിയോ ഞാൻ ഇടാം ഗസ്. ഓക്കെ, പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.